ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ആഴ്ചയിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ജയിൽ നോമിനേഷനിടയിൽ ഷാനവാസും നെവിനും പറഞ്ഞ കാര്യങ്ങളെ തുടർന്ന് ഇവർ രണ്ടുപേരുമായി വഴക്കുണ്ടാക്കുന്ന ബിൻസിയുടെ പ്രവൃത്തികൾ. ഇവർ രണ്ടുപേരും തമ്മിൽ ശക്തമായ രീതിയിൽ ബിൻസി വഴക്കുണ്ടാക്കുകയും വളരെ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുകയും വളരെ റേസ് ചെയ്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ നെവിനുമായി സംസാരിക്കവേ നെവിനോട് വളരെ ചൂടായി സംസാരിക്കുകയും ഇതിനിടയിൽ നെവിൻ പറഞ്ഞ ചില വാക്കുകളെ ചൊല്ലി അവർക്കിടയിൽ രൂക്ഷമായ തർക്കമുണ്ടാകുകയും നെവിൻ്റെ കുടുംബാംഗങ്ങളെ മെൻഷൻ ചെയ്യുന്ന തരത്തിലേക്ക് ആ കാര്യം വളരുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി നെവിൻ ഇനി താനുമായി യാതൊരു കൂട്ടുമുണ്ടാകില്ല എന്ന രീതിയിൽ അവർ തമ്മിൽ സംസാരിച്ച് പ്രശ്നമുണ്ടാക്കി പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രണ്ട് വഴക്കുകളിലെയും ചില രൂക്ഷമായ പരാമർശങ്ങൾ എടുത്തു നീക്കി ബാക്കി ഭാഗമെല്ലാം എപ്പിസോഡിലോ BB+ലോ ആയി ഉണ്ടായിരുന്നതാണ്. എന്നാൽ മത്സരാർത്ഥികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്നേ ദിവസം തന്നെ രാത്രി സമയമാകുമ്പോഴേക്കും നെവിനും ബിൻസിയും തമ്മിൽ വളരെ നല്ല ചങ്ങാത്തത്തിലാകുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പ്രേക്ഷകർ പലരും സംശയിക്കുന്നുണ്ടാകും. ഇതിനുള്ള ഉത്തരം ശനിയാഴ്ചത്തെ ലൈവിൽ ലഭിക്കുന്നുണ്ട്. അത് ലഭിക്കുന്ന മാർഗം ഇങ്ങനെയാണ്. അനീഷ് നെവിനെ അടുത്തിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നെവിനെ കളിയാക്കിക്കൊണ്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ബിൻസിയുമായി വഴക്കുണ്ടാക്കിയതിന് ശേഷം തിരികെ ബെഡ്റൂമിലേക്ക് എത്തുന്ന സമയത്ത് നെവിൻ മറ്റാരോ പറഞ്ഞറിയുന്നു ഭക്ഷണം ഇനി ഉണ്ടാകില്ല, ഭക്ഷണ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് എന്നറിയുന്നു. അതോടുകൂടി നെവിൻ ആകെ പിടിവിട്ടുപോയി. പൊതുവെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് നെവിൻ. മറ്റു പല മത്സരാർത്ഥികളും നെവിന് ഭക്ഷണം ഷെയർ ചെയ്ത് നൽകാറുമുണ്ട്. ഭക്ഷണമില്ല എന്നറിഞ്ഞതോടുകൂടി നെവിൻ ആകെ സങ്കടത്തിലായി. ഇതറിഞ്ഞ് നെവിൻ്റെ കട്ടിലിനും ഭിത്തിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഇറങ്ങിയിരുന്ന് ബിഗ് ബോസിനോട് കരഞ്ഞുകൊണ്ട് കേണപേക്ഷിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം തരണം എന്നുള്ള രീതിയിൽ. ഈ സമയത്ത് അഭിലാഷ് ഉൾപ്പെടെയുള്ളവർ ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. അഭിലാഷ് അന്വേഷിച്ചപ്പോഴാണ് വീട്ടിൽ ഭക്ഷണം തീർന്നു, എനിക്ക് ഭക്ഷണമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നെവിൻ സങ്കടപ്പെടുന്നത്. ഇതേ സമയത്ത് തന്നെ ബിൻസി ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. നെവിൻ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ബിൻസി എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഭക്ഷണവുമായി സംബന്ധിച്ച കാര്യമാണ് എന്ന്. ആ സമയത്ത് അച്ചോട എന്ന് പറഞ്ഞ് സംസാരിച്ച് ബിൻസി നെവിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ നിമിഷം മുതൽ ഇവർക്കിടയിലുള്ള മഞ്ഞുരുകിയെന്നും അവർ പഴയതുപോലെ സുഹൃത്തുക്കളായി എന്നുമാണ് അഭിലാഷ് ലൈവിനിടയിൽ മറ്റ് മത്സരാർത്ഥികളോട് പറയുന്നത്. ഇതെല്ലാം അഭിലാഷിനടുത്ത് കിടന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നെവിൻ എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനിനി പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുമുണ്ട്. നമ്മൾ ജയിൽ ടാസ്കിൻ്റെ സമയത്ത് ശബ്ദമില്ലാത്ത നെവിൻ കാണിക്കുന്ന ആംഗ്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശബ്ദമായി ബിൻസി എത്തുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ഇതാണ്. ഇങ്ങനെയാണ് ഇവർ തമ്മിൽ ശക്തമായ വഴക്കിന് ശേഷം വീണ്ടും പഴയതുപോലെ സുഹൃത്തുക്കളായി മാറിയത്.